बाबा बाबा के सिवाय और कुछ मुख में है नहीं, मन में है ही नहीं। तो मुझे खुशी होती थी कि जब भी कोई चांस मिलता था बाबा से मिलने का, तो बाबा को देख ऐसा कहाँ नहीं देखा। ये बचपन में बाबा ऐसा लगता था मेरे को, ये मेरा बाबा है, बाबा मेरा है। फिर उसी लगन से सदा कई दिन नहीं होगा, 8 दिन तक कोई घर ही नहीं होंगी, बाबा आंखों के सामने न आया हुआ हो। ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കുലീനൻ നമ്മുടെ മധുരമായ ബാബയാണ്. അവർ തൻ്റെ കുട്ടികളെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. മധുബനിലെ സഹോദരൻ നിർവയർ ഒരു സിഖുകാരനായിട്ടാണ് വളർന്നത്. നാവിക എഞ്ചിനീയറായി പരിശീലനം നേടിയ അദ്ദേഹം ബാബയെ തിരിച്ചറിയുന്ന കാലത്ത് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ഒരിക്കൽ ഇന്ത്യയുടെ അതിർത്തിയിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. യുദ്ധത്തിൽ സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ബാബ ഭായിയോട് പറഞ്ഞു, വിഷമിക്കേണ്ട, യുദ്ധസമയത്ത് നിനക്ക് ഒരു പരിക്കും ഏൽക്കുകയില്ല. നിർവയർ ഭായിയുടെ ബാബയിലെ വിശ്വാസം വളരെ ദൃഢമായിരുന്നു. യുദ്ധസമയത്ത് അദ്ദേഹം അറിവിൻ്റെ ലഹരിയിൽ സ്വയം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. മറുവശത്തു നിന്ന് വെടിയുണ്ടകളുടെ പെരുമഴയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു വെടിയുണ്ട പോലും സഹോദരനെ തൊട്ടില്ല. യുദ്ധത്തിനു ശേഷം അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. ആയിരത്തി 1955 ഡിസംബറിൽ ഡൽഹിയിൽ വച്ച് ഒരു അന്താരാഷ്ട്ര വ്യവസായ മേള നടന്നു. ആദ്യമായി ബ്രഹ്മകുമാരീസിൻ്റെ ബൂത്ത് അവിടെ ഉയർന്നു. അതിൽ ആദ്യത്തെ ചിത്രപ്രദർശനം രമേശ് ഭായിയും ബാബയുടെ മറ്റു കുഞ്ഞുങ്ങളും ചേർന്ന് നടത്തി. ദൈവശക്തിയുള്ള ഒരു ജീവിതം എപ്രകാരമാണ് ഇന്ത്യയിൽ മോഷണം, കൈക്കൂലി, ദാരിദ്ര്യം, ആക്രമണം ഇവയെല്ലാം ഇല്ലാതാക്കാൻ എങ്ങനെ സഹായിക്കും എന്ന ആശയമാണ് അതിലൂടെ സാധ്യമാക്കാൻ ശ്രമിച്ചത്. ഈ ആദ്യ പ്രദർശനത്തോടെ നിരവധി പ്രൊഫഷണലുകളും വ്യവസായികളും സർക്കാർ ജീവനക്കാരും രാജയോഗികളാകാൻ തുടങ്ങി. സേവന കേന്ദ്രങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് ഇന്ധനം നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്രങ്ങളിലെ കുട്ടികളെല്ലാം ബാബയെയും അമ്മയെയും വിവിധ സേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കാൻ തുടങ്ങി. അങ്ങനെ മമ്മ 1956 നവംബറിൽ കാൺപൂരിലേക്ക് പോകാൻ മധുബനിൽ നിന്ന് പുറപ്പെട്ടു. മമ്മ കാൺപൂരിലെത്തിയപ്പോൾ വമ്പിച്ച സ്വീകരണം നടന്നു. വളരെ വലിയ ജനക്കൂട്ടത്തോട് മമ്മ ദൈനംദിന പ്രഭാത ക്ലാസുകൾ നൽകി സംസാരിച്ചു. ആ കൂടിക്കാഴ്ചകളിൽ മമ്മയുടെ വാക്കുകളേക്കാൾ ശക്തമായത് മമ്മയുടെ മൗനമായിരുന്നു. ഒരു സമ്മേളനത്തിൽ മമ്മയെ പരിചയപ്പെടുത്താൻ മോഡറേറ്റർ തുടങ്ങുകയായിരുന്നു. അയാൾ തിരിഞ്ഞ ഉടനെ, മമ്മയെ കണ്ട ഉടനെ അയാൾ ഞെട്ടിപ്പോയി. മമ്മയുടെ ദൈവീക സാന്നിധ്യം മൂലം സംസാരശേഷിയില്ലാത്തവനായി മാറി. മമ്മ സ്റ്റേജിൻ്റെ നടുവിലേക്ക് നടന്ന് തിളങ്ങുന്ന നിശബ്ദതയിൽ നിന്നു. മമ്മ ഒരു പാട്ട് പാടാൻ തുടങ്ങി. സമ്മേളനത്തിൽ വന്നിരുന്ന
ഓരോ ആത്മാക്കളുടെയും ഹൃദയത്തെ ഇത് ആഴത്തിൽ സ്പർശിച്ചു. ഈ വാർത്ത തൽക്ഷണം തന്നെ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. നിരവധി ആളുകൾ അവരുടെ സേവന കേന്ദ്രങ്ങളിലേക്ക് മമ്മയെയും ബാബയെയും ക്ഷണിക്കാൻ തുടങ്ങി. हर दिल में जलते देखा, हे जगदम्बे तेरी गोद में सब जग को पलके देखा, माँ की ममता क्या. മറ്റെല്ലാ ഊർജവും തീർന്നു കഴിഞ്ഞാലും ബാബ എപ്പോഴും അവിടെ ഉണ്ടാകും, ലോകത്തിൻ്റെ നിത്യദീപമായി. കുട്ടികളെ, അവൻ സൗമ്യമായി പറയുന്നു, വരൂ, എൻ്റെ അനന്തമായ മടിത്തട്ടിലിരിക്കൂ. ഞാൻ റോക്കറ്റിൽ കയറി ലോകത്തിനപ്പുറത്തേക്ക് പോവുകയാണ്. ഗുരുത്വാകർഷണം മുഴുവനായും ഇല്ലാതായി കഴിഞ്ഞു. മേഘങ്ങൾ താഴെ അവശേഷിക്കുന്നു. എല്ലാം വ്യക്തവും ശാന്തവും നിശബ്ദവുമാണ്. അളവില്ലാത്ത സന്തോഷം അനുഭവപ്പെടുന്നു. അറിവിൻ്റെ പുത്രൻ എൻ്റെ മുന്നിൽ തിളങ്ങി നിൽക്കുന്നു. അവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. സ്നേഹത്തിൻ്റെ ആ ഇടനാഴിയിൽ ഞാൻ ഒഴുകി നടക്കുകയാണ്, സ്വതന്ത്രനായി. ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. आपके सुनकर कथन प्रेम से भीगे वचन, मेरे मीठे मीठे बच्चे सुन के भर आते नयन, पहुँच कर आंसू हमारे बन गए मनमीत हैं, बन गए मनमीत हैं. आप हम बच्चों के बाबा दिल लिए यूं जीत हैं, अब हमारे अधरों पर बस आपके ही गीत हैं.